ഞാൻ സുമേഷ് ചാത്തക്കുളം ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് ഞങ്ങൾ സി ടി ബിൽഡേഴ്സ് ആപ്പിലൂടെ ഏകദേശം മാർക്കറ്റ് കോസ്റ്റിൽ നിന്ന് ഒരു 10% സേവ് ചെയ്തുകൊണ്ട് ക്ലയൻസിന് വീട് കിട്ടുക എന്നുള്ളൊരു മെത്തേഡിലാണല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മളൊരു ഡിജിറ്റലി കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് കമ്പനി ആയതുകൊണ്ട് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് 5 മുതൽ 50% ഡിസ്കൗണ്ട് ഗോദ്രേജ് മുതൽ ഏഷ്യൻ പെയിൻറ്റ്സ് വരെ കോട്ട് ചെയ്യുന്നുണ്ടാവും. അത് ഡയറക്റ്റ് ക്ലയൻസ് കൊടുക്കുമ്പോഴാണ് ക്ലയൻസിന് അവരുടെ ഡ്രീം ഹോം 10% കോസ്റ്റ് കുറച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ നിരന്തരം അതിൽ ഡെവലപ്മെൻറ്റ് ഓരോ ചലഞ്ചസ് വരുമ്പോൾ അതിന് കേസ് സ്റ്റഡി ചെയ്ത് ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ രൂപത്തിലേക്ക് ആക്കുന്നത്. ഇനിയും ഫൈൻ ട്യൂൺ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, അതായത് ഞങ്ങൾ നേരത്തെ ഒരു മെത്തേഡിൽ പോയിട്ടാണ് ഒരു 15 സ്റ്റേജിലാണ് നമ്മൾ ഒരു വീടുകൾ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ആ വീടുകൾ കെട്ടിക്കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അതിൽ 2 ചലഞ്ചാണ് നമുക്കിപ്പോൾ റീസെൻ്റായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നത്. ചലഞ്ച് നമ്പർ 1, അതായത് ഒന്ന് ഈ ലാസ്റ്റ് സ്റ്റേജുകളാകുമ്പോൾ വീട് കഴിയാറാകുമ്പോൾ ആ സമയത്തുള്ള വർക്ക് ഓർഡർ ക്ലയൻറ്റിന് ഫീൽ ചെയ്യാണ്, ഏകദേശം ഇതൊരു 30,000 പണിയല്ലേ ഉള്ളൂ, ഇതെന്താ ഇപ്പോൾ 50,000 60,000 വർക്ക് ഓർഡറിൽ കോസ്റ്റ് വരുന്നത് എന്നുള്ള ഒരു കുറി. 2, ഈ ഇടയിൽ വെച്ചിട്ട് ക്ലയൻറ്റ് വീടുകൾ പണി നിർത്തിയാൽ നമുക്ക് ചിലപ്പോൾ വല്ല വീട്ടിൽ വല്ല അസൗകര്യം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ലോണോ അല്ലെങ്കിൽ ജോബ് പോയിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു വളരെ ക്രിറ്റിക്കലായിട്ടുള്ള കണ്ടീഷനിൽ ഒരു 2-3% വരുള്ളൂ. പക്ഷേ അങ്ങനത്തെ കണ്ടീഷനിൽ വീടുകൾ ക്ലയൻസിന് ഇടയിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടി വരുമ്പോൾ ക്ലയൻസിന് ആ സമയത്ത് ആ കോൺട്രാക്ടർക്ക് അവർ ചെയ്ത പണിൻ്റെ പൈസ മുഴുവൻ കിട്ടുന്നില്ല, കുറച്ചും കൂടി കിട്ടുന്നത് ഞങ്ങൾക്ക് ഉണ്ട് എന്ന് അവർ കോൺട്രാക്ടർ പറയുമ്പോൾ അതാണ് വസ്തുത. പക്ഷേ അത് ക്ലയൻസിന് നമുക്ക് ബോധിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാവേണ്ടി വരിക. ക്ലിയർ ആയാലും 2 ചലഞ്ച് അത് ക്ലയൻസിന് ആ സമയത്ത് പറഞ്ഞാൽ മനസ്സിലായി. ബിക്കോസ് ക്ലയൻസ് ഞങ്ങൾ എല്ലാ വർക്കൗട്ട് പ്രകാരമുള്ള പേയ്മെൻറ്റൊക്കെ ചെയ്തില്ല, പിന്നെ ഞങ്ങൾ എന്തിനാണ് അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം വരികയാണ്. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഈ 2 ചലഞ്ചാണ്. ഈ 2 ചലഞ്ച് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വിഷയങ്ങൾ മുഴുവൻ പഠിച്ചതിന് എന്താണ് വഴി വേണ്ടത്. ആദ്യം ഞാൻ എൻ്റെ പ്രോബ്ലം ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് 1250 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഒരു 600 രൂപയാണ് നമ്മൾ വർക്കിന് വരുന്ന കോൺട്രാക്റ്റിന് വയ്ക്കുക. അതായത് നമ്മുടെ കോൺട്രാക്ടർക്കും മേസ്തിരിക്കും വർക്കർക്കും എല്ലാം കൂടി വരുന്ന പൈസ സുമാർ. അപ്പോൾ 7,50,000 രൂപ ഒരു വീടിന് വർക്കിൻ്റെ ഏരിയയിൽ കോൺട്രാക്ട് വന്നു. അതായത് സ്കഫോൾഡിങ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അടക്കം, വർക്കും അടക്കം, റൈറ്റ്, സ്കഫോൾഡിങ്സ് കെട്ടാൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അടക്കം. അപ്പോൾ അതിൽ നമ്മൾ 15 സ്റ്റേജിലാണ് വർക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ നമുക്ക് വേഗം മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഒരു 15 സ്റ്റേജിലേക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 50,000 രൂപ ഒരു സ്റ്റേജിന് വന്നു ഏഷ്യൻ കോസ്റ്റ്. ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത് നമ്മുടെ എസ്റ്റിമേഷൻ, അതിൻ്റെ ഡ്രോയിങ് വരയ്ക്കൽ, സ്ട്രക്ചർ ഡ്രോയിങ്, അതിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് അല്ലെങ്കിൽ അതിൻ്റെ ഫയൽ ഉണ്ടാക്കൽ, അങ്ങനത്തെ ഒക്കെയാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരിക. പിന്നെ അതേപോലെ അവിടെ സൈറ്റിൽ ഷെഡ് കെട്ടൽ, അതായത് മറ്റേ സ്റ്റോർ, മിനി സ്റ്റോർ, അതൊക്കെയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജിലെ വർക്ക് അത് മുഴുവൻ കോസ്റ്റ് അങ്ങനെ വരും. 50,000 രൂപ നമുക്ക് വർക്ക് കോസ്റ്റ് ഏകദേശം വരും. സെക്കൻഡ് സ്റ്റേജ് പോലെ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, നേരത്തെ ഒരു കോൺട്രാക്ട് പണി തുടങ്ങിയിട്ട് കോൺട്രാക്ട് കുറച്ച് ഇടയിൽ വെച്ച് പണി നിർത്തിപ്പോയാൽ ആ വർക്ക് വേറൊരു കോൺട്രാക്ടർക്ക് കൊടുക്കുമ്പോൾ അന്ന് ക്ലയൻറ്റിന് കൂടുതൽ പൈസ കൂട്ടിക്കൊടുക്കാൻ കയ്യിൽ നിന്ന് കൂട്ടിക്കൊടുത്തിട്ട് വീണ്ടും കോസ്റ്റ് കൂടി പോയാൽ നമ്മുടെ ഫെയിലിയർ ആവില്ല. ബിക്കോസ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താ പറയുന്നത്, നമ്മൾ പ്രോജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ചെയ്യുന്നത് ഡിജിറ്റൽ പ്രോജക്റ്റ്. അപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ക്ലയൻറ്റിനെയും പ്രൊട്ടക്ട് ചെയ്യണം, ഒപ്പം കോൺട്രാക്ടറിനെയും പ്രൊട്ടക്ട് ചെയ്യണം, വെണ്ടറിനെയും പ്രൊട്ടക്ട് ചെയ്യണം. ബിക്കോസ് വി ആർ ഡൂയിങ് മാനേജ്മെൻറ്റ്, ഗവേണൻസ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു 15 to 20% വരെ ഫസ്റ്റ് സ്റ്റേജുകളിലൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അതായത് രണ്ടാമത്തെ സ്റ്റേജിന് 50,000 രൂപയാണ് പറഞ്ഞാൽ നമ്മൾ കോൺട്രാക്ടർ കൊടുക്കുക സുമാർ 40,000 രൂപ. അങ്ങനെയാണ് ആ സമയത്ത് ഇഷ്യൂ ഉള്ളൂ. ദാറ്റ് മീൻസ് ക്ലയൻറ്റിന് കോൺട്രാക്ടിന് മുഴുവൻ ലാഭവും 15% അല്ലെങ്കിൽ എത്രയാണ് ലാഭം, ആ ലാഭം മുഴുവൻ നമ്മൾ ഇവിടെ നിൽക്കും. അത് അവർക്ക് വർക്ക് ഓർഡറിൽ കൂടെ പോവില്ല. എന്നിട്ട് ഈ രണ്ടാമത്തെ സ്റ്റേജ് മുതൽ ഇപ്പോൾ ടോട്ടൽ 15 സ്റ്റേജിൽ 8ാമത്തെ സ്റ്റേജ് വരെ അത് ആ രീതിയിൽ 15% കട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ 8, 9 ഒരു 10% ആക്കി കട്ടിങ് കുറച്ച് കുറയ്ക്കും. 10, 11, 12 സ്റ്റേജുകളിൽ കട്ടിങ് ഒരു 5% ആക്കി കുറയ്ക്കും. റൈറ്റ്. അപ്പോൾ 15ാമത്തെ 8ാമത്തെ രണ്ടാമത്തെ മുതൽ സ്റ്റേജിൽ 50,000 രൂപ പണി നടക്കുമ്പോൾ അവർക്ക് സുമാർ 40,000 42,500 കിട്ടുള്ളൂ മാക്സിമം. 10ാമത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ 50,000 രൂപ പണി നടക്കുമ്പോൾ ഒരു 45,000 കിട്ടുള്ളൂ. 5, 10, 11, 12 സ്റ്റേജിലൊക്കെ 47,500 കിട്ടുള്ളൂ. അപ്പോൾ ഈ അക്യൂമുലേറ്റീവ് ഫിഗറൊക്കെ കൂടിയിട്ട് 10,000, 80,000, 90,000, 1,00,000 രൂപയ്ക്ക് വന്നേക്കാം 12ാമത്തെ സ്റ്റേജ് വരെ. പക്ഷേ അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ, 13ാമത്തെ സ്റ്റേജ് വരുമ്പോൾ 50,000 രൂപേൻ്റെ പണിയെടുക്കുമ്പോൾ അവർക്ക് 50,000 പ്ലസ് മറ്റേ അക്യൂമുലേറ്റ് ചെയ്ത പണിൻ്റെ 3 ഭാഗം കിട്ടും. ബിക്കോസ് 13, 14, 15 സ്റ്റേജല്ലേ സുമാറുള്ളൂ, അതിലേക്ക് ഡിവൈഡ് ആയി പോകേണ്ട ഈ സാധനം. അപ്പോൾ ഏകദേശം 80,000 രൂപയോളം കോസ്റ്റ് വരും ആ സമയത്ത്. റൈറ്റ്. 14ാമത്തെ സ്റ്റേജിൽ അതേമാതിരി 50,000 രൂപേൻ്റെ വർക്കിന് 80-90 കാണും. 15ാമത്തെ വർക്കിൽ അതേപോലെ കൂടുതൽ ഫീൽ ചെയ്യും കാണുമ്പോൾ. റൈറ്റ്. ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത്. റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു പറഞ്ഞാൽ ഈ നേരത്തെ 2 ചലഞ്ചിന് എങ്ങനെയാണിത് അവർക്ക് സപ്പോർട്ടീവാണ് പറഞ്ഞാൽ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു 12ാമത്തെ സ്റ്റേജിലോ 13ാമത്തെ സ്റ്റേജിലോ ഒരു ക്ലയൻറ്റ് ഗതികേട് കൊണ്ട് പണി നിർത്തി പറഞ്ഞാൽ ആ സമയത്ത് ആ ക്ലയൻറ്റ് ഈ വർക്ക് ഓർഡർ പ്രകാരം ഈ കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടാവുക വെറും നേരത്തെ പറഞ്ഞ മാതിരി 10,000, 62,000, 10,000, 70,000, 80,000, 1,00,000 രൂപ കൊടുക്കാനുണ്ടാവും ഓൾറെഡി ക്ലയൻറ്റ്. റൈറ്റ്. ലോജിക്ക് മനസ്സിലായി. പക്ഷേ വർക്ക് ഓർഡർ പ്രകാരം എല്ലാം കൊടുത്തിട്ടുണ്ടാവും.
അത് നമ്മുടെ ആ എസ്റ്റിമേഷനിൽ ക്ലയൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത മോഡലിൻ്റെ ലിമിറ്റേഷനാണ്, അങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. റൈറ്റ്? ബിക്കോസ് ഞങ്ങൾ ആ മോഡൽ ചെയ്യുമ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല ക്ലയൻറ്റ് ഇടയിൽ നിർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് ഓരോ സമയത്താണല്ലോ നമ്മൾ അങ്ങോട്ട് മാറി മാറി ചിന്തിച്ച് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ക്ലയൻറ്റ് നിർത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടെ കോൺട്രാക്ടർ പോകുന്നു. അതേപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് എന്ത് ചോദ്യം വന്നറിയോ, 13ാമത്തെ 14ാമത്തെ സ്റ്റേജൊക്കെ വരുമ്പോൾ ക്ലയൻറ്റിന് വർക്ക് ഓർഡർ വരുമ്പോഴേക്കും ആ സമയത്ത് അവർ കയ്യിലുള്ള പൈസയൊക്കെ ടൈറ്റ് ആവും. ബിക്കോസ് ഈ ലാസ്റ്റ് സ്റ്റേജിൽ ഒരു 5-10% ബാങ്ക് എപ്പോഴും നമ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അതിൽ ക്ലയൻറ്റിൻ്റെ കയ്യിൽ എപ്പോഴും പൈസ ടൈറ്റ് വരും. ആ ടൈറ്റ് വരുമ്പോൾ ക്ലയൻറ്റ് നന്നായി നോക്കാൻ തുടങ്ങും വർക്ക് ഓർഡർ. അതുമല്ല ആ സ്റ്റേജൊക്കെ 13-14ാമത്തെ സ്റ്റേജൊക്കെ തോന്നുന്നു ക്ലയൻറ്റ് ഞങ്ങളെക്കാളും എക്സ്പേർട്ട് ആവും നമ്മുടെ പർച്ചേസ് ഓർഡർ കൊടുക്കാൻ, പർച്ചേസ് ഓർഡർ അപ്രൂവ് ചെയ്യാൻ, വർക്ക് ഓർഡർ അപ്രൂവ് ചെയ്യാൻ, പേയ്മെൻറ്റുകൾ കൊടുക്കാൻ. ബിക്കോസ് അവർ കുറേ എണ്ണം ചെയ്ത് ഒരു എക്സ്പേർട്ട് ആയിട്ടാവും. അപ്പോൾ അവർ നന്നായി ശ്രദ്ധിക്കും. നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ, 13ാമത്തെ സ്റ്റേജിൽ വർക്ക് ഓർഡർ വരുമ്പോൾ 50,000 റുപ്യൻ്റെ പണി ആരെവിടെ പുറത്ത് അന്വേഷിച്ചാലും കിട്ടുന്ന പണി നമ്മുടെ സ്റ്റേജിൽ 80,000 90,000 കാണും വർക്ക് ഓർഡർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്ലയൻറ്റ് ആ സമയത്ത് കാശില്ലാത്ത വെപ്രോളം കൊണ്ടും അതെന്താ ചെയ്യേണ്ടത് ആരുടെയും കാണിച്ചു കൊടുത്താൽ അവരെന്ത് പറയും, ഒരു കോൺട്രാക്ടർ ആണെങ്കിൽ സിവിലിനെ അറിയുന്ന ഒരാൾ ഇതിനെങ്ങനെ പെയിൻ്റ് അടിക്കാൻ എത്രയൊക്കെ റുപ്യ, പ്ലാസ്റ്റിക്കിന് എത്ര റുപ്യ സ്വാഭാവികമായിട്ട് പറയില്ലേ. അപ്പോൾ നമ്മൾക്ക് ഈ ക്ലയൻറ്റിനെ ഇവിടെ കൊണ്ടുവന്ന് വിളിച്ചിരുത്തി അല്ലെങ്കിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആ സമയത്ത് ഭയങ്കര ചലഞ്ച് വരുന്നു. ഇതാണ് 2 ചലഞ്ച് ഞങ്ങൾ ഫേസ് ചെയ്തത്. ഇത് അവർക്കിത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്ത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ 50,000 റുപ്യ വർക്ക് 50,000 ആയാലും. അപ്പോൾ നിങ്ങൾ ഇത്ര ലാഭം എടുത്തിട്ട് അവർക്ക് കൊടുക്കണം. അത് നിങ്ങളൊക്കെ ധരിക്കുമല്ലോ ആളുകൾ. അത് ബിക്കോസ് അപ്പോൾ നമ്മുടെ ഹോണസ്റ്റി ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ആളുകൾക്ക് അറിയാം നമുക്ക് 10% കോസ്റ്റ് കമ്മിயாக കിട്ടുമെന്ന്. അത് കൺസെഷനിൽ കിട്ടും, അല്ല മെറ്റീരിയൽ പർച്ചേസിൽ കിട്ടുന്നുണ്ട്. അത് എല്ലാവർക്കും ബോധ്യം. ബിക്കോസ് ഓരോ പിയോൻ്റെ ആ പേയ്മെൻറ്റ് മാത്രമല്ലേ കൊടുക്കുള്ളൂ. അപ്പോൾ ഇതിൽ ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോൾ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങുള്ളൂ ലേബറിൽ. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇല്ല ആ ഡിസ്കൗണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആ ഫീൽ നമുക്ക് മാറ്റണമെന്നുള്ള ഈ 2 പോയിന്റ് ഭയങ്കര ചലഞ്ചായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അതിന് നമ്മുടെ കമ്പനി വളരെ സ്ട്രോങ് ആയിട്ട് രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇപ്പോൾ തൽക്കാലമുള്ള എല്ലാ ക്ലയൻറ്റിനെയും അത് നേരിട്ട് ഈ വീഡിയോ അടക്കം അയച്ചു കൊടുത്ത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അവരുടെ എല്ലാ പ്രോജക്റ്റ് മാനേജറിനെ വെച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ തീരുമാനിച്ചു. റൈറ്റ്? ഇനി ഒപ്പം ഞങ്ങൾ എളുപ്പം ഇമീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ എടുത്ത തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പണി. ബിക്കോസ് എല്ലാ കോൺട്രാക്ടേഴ്സിനും അല്ലെങ്കിൽ വർക്കേഴ്സിനും ഒക്കെ എളുപ്പം അവർക്ക് പൈസ വേഗം കിട്ടി വരണമെങ്കിൽ സ്റ്റേജസിനെ ഒന്നും കൂടി സബ് ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ഫ്ലോറിൽ ചുവട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ 13 സ്റ്റേജസും ഫസ്റ്റ് ഫ്ലോർ മുതൽ ഓരോ ഫ്ലോറിനും 10 സ്റ്റേജസും ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ദാറ്റ് മീൻസ് ഗ്രൗണ്ട് ഫ്ലോർ പ്ലസ് ഫസ്റ്റ് ഫ്ലോറുള്ള ഒരു വീടിന് 23 സ്റ്റേജ് ഉണ്ടാവും. ഗ്രൗണ്ട് ഫ്ലോർ പ്ലസ് ഫസ്റ്റ് ഫ്ലോർ പ്ലസ് സെക്കൻഡ് ഫ്ലോറുള്ള വീടുകൾക്ക് 33 സ്റ്റേജ് ഉണ്ടാവും. റൈറ്റ്? അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എങ്ങനെ വന്നു, നേരെ അതേ കേസ് ഇതിലേക്ക് എടുക്കുകയാണെങ്കിൽ എന്നിട്ട് അതിനൊപ്പം 2-3% 5% എപ്പോൾ നമ്മുടെ ആ സാഹചര്യത്തിൽ വെച്ച് ഇപ്പോൾ 3 ഇപ്പോൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ 5 ആക്കും. 2 ഈ നേരത്തെ പറഞ്ഞ അറിയാതെയും അല്ലെങ്കിൽ അറിയാതെ റിസർവ് ചെയ്യുന്നതിന് പകരം 10-15% റിസർവ് ചെയ്യുന്നതിന് പകരം അറിഞ്ഞുകൊണ്ട് 10% റിസർവ് ചെയ്യാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. ചിലപ്പോൾ അത് 10 പേർ 5-5, ചിലപ്പോൾ അത് ഇനി അത്ര വേണ്ടാന്ന് നമ്മുടെ അപ്പുറത്തെ പ്രൊജക്ട് ടീം തീരുമാനിക്കുകയാണെങ്കിൽ 3-3-6 ആക്കിയിട്ട് 6 നിർത്തും. 5-5-10 എന്നുള്ളതിന് പകരം 3-3-6 ആക്കിയിട്ട്. അതെങ്ങനെ റിസർവ് ചെയ്യുന്നത് പറഞ്ഞാൽ, അതായത് ഫോർ എക്സാമ്പിൾ അതേ വീട് എടുക്കട്ടെ 1250 സ്ക്വയർ ഫീറ്റ് 600 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ 7,50,000 രൂപ ടോട്ടൽ കോസ്റ്റ്. അതുമല്ല ഇത് ചെയ്യുന്ന നേരത്തെ ലംസം കോൺട്രാക്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ തീരുമാനിച്ചത് ഓൾയം കോൺട്രാക്റ്റിലാണ് പോകുന്നത്. അപ്പോൾ ഇത്ര M³ കോൺക്രീറ്റ് ചെയ്താൽ അതിന് ഇത്ര രൂപ, അത് മാർക്കറ്റിൽ നമുക്ക് നോക്കിയാൽ മതി. ഇത്ര M³ പ്ലാസ്റ്റർ ചെയ്താൽ ഇത്ര സ്ക്വയർ ഫീറ്റ് പ്ലാസ്റ്റർ ചെയ്താൽ അതിന് ഇത്ര രൂപ, ഇത്ര സ്ക്വയർ ഫീറ്റ് ഫ്ലോർ ചെയ്താൽ അതിന് ഇത്ര രൂപ. ഇതൊക്കെ മാർക്കറ്റിൽ ആർക്കും നോക്കിയാലും അത്ര സിംപ്ലിഫൈ ചെയ്യാനാണ് പോകുന്നത്. ചുമര് ഇത്ര ക്യൂബിക് മീറ്റർ കെട്ടിക്കഴിഞ്ഞാൽ അതിന് ഇത്ര രൂപ. എല്ലാം ഓൾയത്തിൽ കൊണ്ടുവരുമ്പോൾ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആവുകയും ചെയ്യും. ക്ലയൻറ്റിന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് പൈസ കിട്ടുകയും ചെയ്യും പ്രൊഡക്റ്റീവായിട്ട്. ഇപ്പോൾ ഒരു 10-12 മണിക്കൂർ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന മേസൻസിന് ഡബിൾ പൈസ അവർ ശമ്പളമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റീവ് ഇൻസെൻറ്റീവായിട്ട് പ്രൊഡക്റ്റിവിറ്റിക്ക് ആയിട്ട് വാങ്ങിക്കാനും പറ്റും. റൈറ്റ്? ലോജിക് മനസ്സിലായി. ദാറ്റ് മീൻസ് എല്ലാവരുടെയും വിൻ വിൻ. ഈ കളവും ചതിയും, അതായത് ഫോർ എക്സാമ്പിൾ ഞാനിത് ഉദ്ദേശിക്കുന്നത് വെരി ക്ലിയർ. ഒരാൾ നന്നായി പണിയെടുത്തു, നന്നായി പണിയെടുക്കുന്ന 2 ആളും നന്നായി പണിയെടുക്കാത്ത 2 ആളും കൂടി പണിയെടുത്തു. 4 ആൾ പണിയെടുത്തിട്ട് ഒരാൾ 100 റുപ്യൻ്റെ പണിയെടുത്തു, അതായത് ഈ നന്നായി പണിയെടുക്കുന്നത് 100 റുപ്യൻ്റെ പണിയെടുത്തു 2 ആൾ, അപ്പോൾ 200 രൂപയായി. അരപ്പണി എടുക്കുന്നവർക്ക് 50 റുപ്യൻ്റെ പണിയെടുത്തു. അപ്പോൾ എന്തായി ശരിക്കും പറഞ്ഞാൽ ടോട്ടലി 300 റുപ്യൻ്റെ പണിയാണായിരുന്നു. 300 റുപ്യൻ്റെ പണി 4 ആൾക്കും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് 75 രൂപയായി. ആ ലെവലിൽ പോകുന്നത് റോങ് ആണ്. 100 റുപ്യൻ്റെ പണിയെടുത്ത ആൾക്കാർക്ക് 100 റുപ്യയും കിട്ടണം, 50 റുപ്യൻ്റെ പണിയെടുത്ത ആൾക്കാർ 50 റുപ്യ കിട്ടിയാൽ മതി. അതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പൊസിഷൻ. എന്തിരിക്കും ഓൾയം ബേസ്ഡ് എന്ന് വരും. അപ്പോൾ എല്ലാം ക്ലിയർ ആവും. വർക്ക് ചെയ്യുന്നതനുസരിച്ച് പൈസ കിട്ടാൻ തുടങ്ങും. വർക്ക് ചെയ്യുന്ന ഒരു പൈസ കിട്ടും, അവർ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. റൈറ്റ്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഇപ്പോൾ 7,500 രൂപ എന്ന് പറഞ്ഞാൽ 23 സ്റ്റേജസ് ആയിട്ട് തിരിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സ്റ്റേജിൽ 32,609 രൂപ വരും. ആ കേസിൽ നമ്മൾ ആ സമയത്ത് 30,000 കട്ട് ചെയ്യുന്ന മെത്തേഡിലാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അത് 5% അല്ല, 5% ആവുകയാണെങ്കിൽ 5%. 30,652 രൂപ നമ്മുടെ കോൺട്രാക്ടർക്കും
അതിൻ്റെ മേസ്തിരിക്കും വർക്കർക്കും കൂടിപ്പോകും. റൈറ്റ്? അവിടെ 978 രൂപ അവിടെ റിസർവ്ഡ് ആവും. 3% ആകുമ്പോൾ കാര്യം പറയണം. 5% 5% റിസർവ്ഡ് ആവും. വേറെ ഒരു 978, അങ്ങനെ 978 രൂപ റിസർവ് ആവും. 978 രൂപ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിൽ 15ാമത്തെ സ്റ്റേജിൽ റിലീസ് ചെയ്യാനുള്ളതാണ്. റൈറ്റ്? ഒരു 5%, 3% വയ്ക്കുക. 3% ലാസ്റ്റ് സ്റ്റേജിൽ 15ാമത്തെ സ്റ്റേജിൽ റിസർവ് ചെയ്യാനുള്ളതാണ്. അല്ല, കൊടുക്കാനുള്ളതാണ്. കൊടുക്കാൻ വേണ്ടി റിസർവ് ചെയ്യുന്ന എമൗണ്ടാണ്. അടുത്ത 3%, ഈ കേസിൽ 3% വർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് അത് എന്താണ് വർക്ക് കോൺട്രാക്ടർക്ക് കൊടുക്കുക. റീസൺ എന്താണ്? വല്ല പൊട്ടോ അല്ലെങ്കിൽ വല്ല ക്രാക്കോ അല്ലെങ്കിൽ വല്ല എന്താ പറയുക വല്ല ലീക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഇടയ്ക്കുണ്ടായിരുന്ന ഒരു കേസിലുണ്ടായൊരു മാറ്റർ പറഞ്ഞാൽ ഒരു വീട്ടിൽ എല്ലാ QC ചെക്ക് എല്ലാ പാരാമീറ്ററൊക്കെ കൂടി ചെക്ക് ചെയ്തിട്ട് പോയത്. ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നോക്കുമ്പോൾ സെപ്റ്റി ടാങ്കിൽ നിന്ന് സോഫ്റ്റ്വെറ്റിലേക്കുള്ള പൈപ്പ് ഇടാൻ മറന്നിട്ട് മൂടി വെച്ചിരിക്കുക. യെസ്, ഞങ്ങളുടെ ഉള്ളിലുള്ള സൂപ്പർവൈസറിൻ്റെയും PMൻ്റെയും അടക്കം തെറ്റുണ്ട്. ബിക്കോസ് വർക്കറിൻ്റെ തെറ്റുണ്ട്, മേസ്തിരിൻ്റെ തെറ്റുണ്ട്, കോൺട്രാക്ടർ തെറ്റുണ്ട്. അതിൻ്റെ മുകളിൽ ഞങ്ങളുടെ സൂപ്പർവൈസറിൻ്റെയും ഞങ്ങളുടെ PMൻ്റെയും കുഴപ്പമുണ്ട്. അപ്പോൾ ഇങ്ങനെ 5 ആൾ സൂപ്പർവൈസ് ചെയ്തും ഈ പൈപ്പൊക്കെ ഇടാൻ വിട്ടുപോയാൽ അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണും. തെറ്റായിട്ട് തന്നെ കാണും. പഠിക്കണം, മാറ്റണം, പിന്നെ സംഭവിക്കാതിരിക്കാൻ നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഈ ഓരോ പോയിന്റിൽ നിന്നും അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റി എടുത്തു വരണമെന്നുള്ള അത് കുഴപ്പമൊന്നും നമ്മൾ ക്ലിയർ ചെയ്ത് ക്യൂർ ചെയ്തെടുത്തു. ബട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിന് മറികടക്കാനുള്ള വഴികളാണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ 23 സ്റ്റേജ് ഫോർ എക്സാമ്പിൾ പോകുമെന്ന് വയ്ക്കുക. അപ്പോൾ എല്ലാവരും ഈ 32,609 അല്ല വരിക. നമ്മുടെ കേസിൽ എസ്റ്റിമേഷന് ഓരോ എത്ര വോള്യൂം വരുന്നുണ്ടോ അതിനനുസരിച്ച് മാറി മാറി വരും ഓരോ സ്റ്റേജിൽ. ബട്ട് എന്നാലും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓരോ സ്റ്റേജിലും 2-3% റിസർവ് ചെയ്ത് പോകുമ്പോൾ ഈ കേസിൽ ലാസ്റ്റ് കഴിയുമ്പോൾ 22,500 രൂപ ആ കോൺട്രാക്ടറിൻ്റെ പൈസ അവിടെ ഈ 15ാമത്തെ സ്റ്റേജിൽ റിലീസ് ചെയ്യാനുണ്ടാവും. റൈറ്റ്? ഒരു 22,500 രൂപ ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം 6 മാസം കഴിഞ്ഞാൽ റിലീസ് ചെയ്യാനുണ്ടാവും. 3% ആണെങ്കിൽ. 5% ആണെങ്കിൽ അപ്പോൾ സുമാർ എന്താണ് ഒരു 30,000-35,000 രൂപ ആ ലാസ്റ്റ് സ്റ്റേജിലുണ്ടാവും. ഒരു 30,000-35,000 രൂപ ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലുള്ള പറഞ്ഞുകൊണ്ടുള്ള റിസർവ്. മറ്റെന്താണ് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജിൽ 50,000 റുപ്യയുണ്ട്, 42,000 കിട്ടുള്ളൂ. അപ്പോൾ കിട്ടുന്നത് നഷ്ടമാണെന്ന് അല്ലെങ്കിൽ കുറവാണെന്ന് കോൺട്രാക്ടർക്ക് അറിയും. കോൺട്രാക്ട് വിചാരിക്കും അവസാനം കിട്ടുന്നത്. പക്ഷേ ഒരിക്കലും ക്ലൈൻറ്റ് അറിയില്ല. പാവം ഈ 50,000 റുപ്യ ഞാൻ കൊടുക്കാണ്ട് അതിന് പകരം എനിക്ക് 42 ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ എന്ന് ക്ലൈൻറ്റ് അറിയില്ല ആ കേസിൽ. ഈ കേസിലാണെങ്കിൽ ഈ 32,609 രൂപ കൊടുക്കുമ്പോൾ അത് സ്റ്റേജ് വൈസാണ് പോകുന്നത്, വോള്യൂം ബേസ്ഡ് ആണ് പോകുന്നത്. കൊടുക്കുമ്പോൾ ക്ലൈൻറ്റ് അറിയാണ് 32,609 രൂപ ഈസ് പെയ്ഡ് ഫ്രം ഹിസ് അക്കൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് റിസർവ്ഡ്. എത്ര കോഷൻ ഡെപ്പോസിറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടാവും 978 രൂപ. അടുത്ത 6 മാസം കഴിഞ്ഞിട്ട് കിടത്താണ് 978 രൂപ റിസർവ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ക്ലിയർ ആയോ? അപ്പോൾ അവർക്കത് റീടെൻഷൻ എമൗണ്ട് ആയിട്ട് ആ ക്ലൈൻറ്റ് കൊടുക്കാനുള്ള പോലെ അതവിടെ കാണും. അതും കൂടി കോഷൻ ഡെപ്പോസിറ്റിൽ ഉണ്ടാവും. ക്ലൈൻറ്റിൻ്റെ കോഷൻ ഡെപ്പോസിറ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്ത് അവിടെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ദാറ്റ് മീൻസ് എല്ലാവരും ഫ്രീ ആവും, വളരെ വീണ്ടും ട്രാൻസ്പെറൻ്റ് ആവും. അപ്പോൾ ഞാൻ ഒന്നും കൂടി ക്ലിയർ ചെയ്യാണ്. ഇനി ചെയ്യാൻ പോണ മെത്തേഡ് ഓൺലൈൻ ബേസ്ഡ് ആക്കും എല്ലാ സ്റ്റേജും. ഇനി വരാൻ പോണ വീടുകൾ ക്ലിയർ. നമ്പർ 2 അടുത്തത് സ്റ്റേജ് 23 ആക്കും. എന്നിട്ട് ഓരോ സ്റ്റേജിനും ഫുൾ എമൗണ്ട്. അപ്പോൾ ഇതുവഴി ക്ലയൻസിനും വളരെ ക്ലിയർ ആവും, കോൺട്രാക്ടേഴ്സിനും വളരെ ക്ലിയർ ആയിട്ട് അവരുടെ പൈസ അപ്ലൈക്കബിൾ. ഒരു സ്റ്റേജ് ഏത് സ്റ്റേജിൽ വെച്ച് നിർത്തിയാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവൻ്റെ കോസ്റ്റ് ഡെപ്പോസിറ്റും കിട്ടും, അവൻ്റെ റീടെൻഷൻ ലാസ്റ്റ് സ്റ്റേജിൽ കിട്ടേണ്ട റീടെൻഷൻ കിട്ടും അവസാനിച്ച്. അപ്പോൾ ഈ കേസിൽ കോൺട്രാക്ടർ ഇടയിൽ വെച്ചാൽ ഒരു എന്താ പറയുക ഒരു ക്ലൈൻറ്റ് ഇടയിൽ വെച്ച് നിർത്തി വയ്ക്കുക, ഒന്നും സംഭവിക്കില്ല. ബിക്കോസ് ആ റീടെൻഷൻ ഇവിടെ ഉണ്ട്. റീടെൻഷൻ ഞങ്ങളുടെ കോസ്റ്റ് ഡെപ്പോസിറ്റ് കട്ട് ചെയ്ത് റീടെൻഷൻ എമൗണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അപ്പം തന്നെ മറ്റേ ഇവർക്ക് കൊടുക്കും, അവർക്ക് കോൺട്രാക്ടർക്ക് കൊടുക്കും. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ 3% കൊടുക്കും. റൈറ്റ്? ആദ്യത്തെ 3% ആ നിർത്തിയ സമയത്തും പിന്നത്തെ 3% 6 മാസം കഴിഞ്ഞിട്ട് കൊടുക്കും. റൈറ്റ്? കോൺട്രാക്ടിൻ്റെ കാര്യം ക്ലിയർ ആയി. വേറെ ക്ലൈൻറ്റിൻ്റെ ഭാഗവും ക്ലൈൻറ്റിന് ഇപ്പോൾ പറയുന്ന മാതിരി 13ാമത്തെ സ്റ്റേജ് കഴിയുമ്പോൾ പഴയതിൽ കുറച്ച് നമ്മൾ അവിടെ എസ്റ്റിമേറ്റ് പ്രകാരം എടുത്തു വെച്ചിട്ട് അത് നിങ്ങൾ അഡീഷണൽ കൊടുക്കുമെന്ന് പറയേണ്ട കാര്യമില്ല. ഓൾറെഡി റിസർവ്ഡ് ആണ്, കൊടുത്തിട്ടുണ്ടാവും. വേറെ സീൻ അടുത്ത സ്റ്റേജ്. അപ്പോൾ ക്ലൈൻറ്റിന് അത് ബുദ്ധിമുട്ടില്ല. ഇടയ്ക്ക് ക്ലൈൻറ്റ് നിർത്തിയാൽ റൈറ്റ് കൂടുതൽ പൈസ വേണമെന്ന് നമുക്ക് പറയേണ്ടി വരില്ല. വേറെ ഈ കോൺട്രാക്ടിൻ്റെ ഭാഗം എടുക്കുക. കോൺട്രാക്ട് ഇടയിൽ നിർത്തിപ്പോയി. സ്വാഭാവികമായിട്ട് കോൺട്രാക്ടിന് 3% ഇവിടെ ഹോൾഡിംഗ് ആയിരിക്കും. ആ 3% ഒരു 3% ആഡ് ചെയ്തിട്ട് ഇവൺ അടുത്ത കോൺട്രാക്ടർ കൊടുക്കുമ്പോൾ പൈസ കൂടിയാൽ പോലും ആ 3% ആഡ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അതിൽ ചെറിയ വല്ലതോ ഗതികേട് വന്നാൽ പോലും ക്ലൈൻറ്റിന് ബാധിക്കുകയുള്ളൂ. അല്ലാതെ ബാധിക്കാതെ പോകാനുള്ള ഒരു കുഷ്യൻ അവിടെ കിട്ടും. ഇനി നമുക്ക് ബാധിക്കുന്ന തോന്നിയാൽ വീണ്ടും ഈ റിസർവേഷൻ നമുക്ക് 3 നിന്ന് വരെ 5 വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ക്ലിയർ ആയ ഒന്നിൻ്റെ മെത്തേഡ് ഇതാണ്. ഇതിൻ്റെ നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ട് മെത്തേഡ്. പക്ഷേ നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് മെത്തേഡ് ഒരു കുഴപ്പമില്ല, വളരെ കറക്റ്റ് തന്നെയാണ് അത് പോണത്. പക്ഷേ അത് ഈ ക്ലയൻറ്റിൻ്റെ മനസ്സിൻ്റെ അകത്ത് ആ ഒരു വിഷമവും കോൺട്രാക്ടറുടെ മനസ്സിൻ്റെ അകത്തുള്ള അവർക്ക് ആ പൈസ ആ ഒരു വിഷമവും രണ്ടും കൂടി മറികടക്കാനുള്ള ഒരു ചലഞ്ച്
കൂടി ക്രോസ് ചെയ്യാനുള്ള ഒരു കേസ് സ്റ്റഡിയുമായിട്ടാണ് വരുന്നത്. ഇത് ഞങ്ങൾ ഇമീഡിയറ്റ് എത്ര എളുപ്പം ഇപ്പോൾ തന്നെ നടപ്പിലാക്കാൻ തുടങ്ങും. ഇമീഡിയറ്റ് 2 3 4 മാസത്തിനകത്ത് CDPP ഞങ്ങളുടെ ചാത്തൻകുളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് സിസ്റ്റമാറ്റിക്കായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഈ പ്രശ്നം വരും. അപ്പോൾ അതേപോലെ എന്ത് ക്ലയൻറ്റ്, ബിക്കോസ് ഞങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലയൻസിന് മാർക്കറ്റ് വാല്യൂ ഒന്നും അല്ലെങ്കിൽ 10% അവർ ചെയ്യുന്നതിനെക്കാളും വെച്ച് അറൗണ്ട് 10% കോസ്റ്റ് കമ്മിയായിട്ട് അവരുടെ ഡ്രീം ഹോം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ അടിയിൽ ഇത്തരത്തിലുള്ള എന്ത് ചലഞ്ചസ് വന്നാലും അപ്പോഴേക്കപ്പോൾ ടേക്കപ്പ് ചെയ്യുക. ഞങ്ങളുടെ മറ്റേ PMCൻ്റെ അടുത്ത് സൂപ്പർവൈസേഴ്സിൻ്റെ അടുത്ത് അറിയിക്കുക, PMCൻ്റെ അടുത്ത് അറിയിക്കുക, അല്ലെങ്കിൽ ബ്രാഞ്ച് ഹെഡിൻ്റെ അടുത്ത് പറയുക. ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷർ അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ കണ്ണടച്ച് വെക്കാല്ല. കണ്ണടച്ചിട്ട് എന്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരു പുതിയൊരു സാധനം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് ബിൽഡ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും. നമ്മുടെ ഒരുപാട് കാലത്തെ തീക്ഷ്ണമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള റിസർച്ചുകൾ നമുക്ക് അതിൻ്റെ അകത്ത് വേണ്ടി വരും. ആ റിസർച്ച് എടുക്കാനും അതിനുള്ള ബിക്കോസ് നമ്മൾ പോകുന്ന സത്യത്തിൻ്റെ നീതിൻ്റെയും പാതയിൽ കൂടെ ഒരു കമ്മീഷനോ ഒരു നമ്പർ 2 നമ്മുടെ സിസ്റ്റത്തിൻ്റെ നമ്മൾ ഒരിക്കലും അലോയില്ല, എന്ത് വില കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ധൈര്യമായിട്ട് പോകുമ്പോൾ എന്ത് തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അഡ്രസ്സ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് നമ്മുടെ ക്ലയൻസിൻ്റെയും നമ്മുടെ വെൻഡേഴ്സിൻ്റെയും നമ്മുടെ കോൺട്രാക്ടേഴ്സിൻ്റെയും എൻ്റെ കൊലീഗ്സിൻ്റെയും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെയും നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ എല്ലാവരെയും നന്മയ്ക്ക് വേണ്ടിയിട്ട്, ആ ഒരു എന്താ പറയുക ഗുഡ് മണിക്ക് വേണ്ടിയിട്ട്, ഒരു ഗുഡ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് സമയത്തും സജ്ജരായിരിക്കും. അതിനുള്ള ഇമ്മീഡിയറ്റ് തിങ്കിങ്ങും ഇമ്മീഡിയറ്റ് ആക്ഷനും സമയബന്ധിതമായിക്കൊണ്ട് ഉണ്ടായിരിക്കുമെന്നും കൂടി അറിയിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ കാണുന്ന എല്ലാവർക്കും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.